again, welcome to the channel. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ലേൺ എനിത്തിങ്, എന്തും എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു അപ്പോളജീസ് ഉണ്ട്. കുറേ നാളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് പേഴ്സണൽ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഐ വിൽ ട്രൈ ടു ബി മോർ കൺസിസ്റ്റൻറ്റ് ഫ്രം നൗ ഓൺവേർഡ്സ്. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ അവയിലേക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇൻഡിവിജ്വലിനെ കുറേയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ടാകും. ബട്ട് ഞാൻ എന്താണ് മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിനെയാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് ഈസ് ടഫ് ടു ലേൺ കോഡിങ്, അങ്ങനെ ഒരു നോഷനുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ ബയോ ചേർത്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നീട് സംതിങ് റിലേറ്റഡ് ടു മാത്സ് ചെയ്യാൻ നേരത്ത് ഹീ വിൽ ഡെഫിനറ്റ്ലി ഒരു കൺസേൺ ഉണ്ട്, ഇത് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ആ ഒരു നോംസിനോടാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് ഷാറ്റർ ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ തന്നെ പണ്ടത്തെ ഒരു സ്ട്രീം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ലാർജ് ആയിട്ടുള്ളൊരു ഡിവിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് ആളുകളൊക്കെ എല്ലാം പഠിച്ചിരുന്നു. ഇപ്പോൾ ന്യൂട്ടൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, വി നോ ദാറ്റ് ഹീ ഈസ് നോട്ട് ഫോർ ദ ഫിസിക്സ്, വി നോ ദാറ്റ്. പക്ഷേ അതേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ബുക്ക് 3 കാൽക്കുലസിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. കാൽക്കുലസ് കുറേ അവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്ത് വന്നത്. സോ അതെന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്, സംതിങ് ഡിഫറെൻറ്റ്. സോ ഈ ഒരു സെറ്റപ്പ് പണ്ടുണ്ടായിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും സ്പെഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഒരു ടോപ്പിക്കിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. അതേപോഴത്തേക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിപ്പോയി. അതിനുശേഷം സംതിങ് ടു കം ബാക്ക് ടു അനദർ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടായി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് കൈൻഡ് ഓഫ് ഫിസിക്സ്, CS എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഫിസിക്സ് ആണ്. ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഷിഫ്റ്റ് ഫ്രം വൺ ഏരിയ ടു അനദർ ഏരിയ, ബിക്കോസ് അത് അതേമാതിരി ഒരു പ്രോബ്ലമായി. അപ്പോൾ അതിനെയാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഷാറ്റർ ചെയ്യാൻ പോകുന്നത്. സോ ഇതിനെ ഞാനാണെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്ന ഒരു ട്രീ അനലോഗിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ട്രീ അനലോഗിയിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഈ ട്രീ അനലോഗി? സോ ഞാനിവിടെ ഒരു ട്രീ കോപ്പി ചെയ്തിട്ടുണ്ട്. ഈ ട്രീയിൽ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഒരു കോൺസെപ്റ്റിനെ ഈ ഒരു ട്രീ ആയിട്ട് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്, വെൻ യു നോ ആസ് എ ഹോൾ, മൊത്തം ഒരു ട്രീ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ട്രീയെ നമ്മൾ കുറച്ച് ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇതിനൊരു റൂട്ടുണ്ട്, ട്രങ്ക് ഉണ്ട്, പിന്നീട് ബ്രാഞ്ച് ഉണ്ട്, പിന്നീട് ലീവ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് റൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രീ റിക്വസ്റ്റ് ആണ്. ബിക്കോസ് 1 + 2 = 3 എന്ന് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ 1, 2 അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് എ പ്രീ റിക്വസ്റ്റ്, ദാറ്റ് ഈസ് റൂട്ടിങ്. പിന്നെ ബ്രാഞ്ച് എന്ന് പറയുന്നതാണ് ഈ പ്ലസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ വീണ്ടും പ്ലസിൻ്റെ കാര്യത്തിൽ കൂടുതൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വൺ ഓഫ് ദി ബ്രാഞ്ച് എന്ന് പറയുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. ആ ഒരു രീതിയാണ് ഒരു ബേസിക് അപ്രോച്ച് ചെയ്യുന്ന രീതി. അതായത് റൂട്ട്, ട്രങ്ക് അങ്ങനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ആസ് എ ഹോൾ ആയിട്ടൊന്ന് മനസ്സിൽ വിചാരിക്കും. ഇനി ഞാൻ ഇതിലോട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഫസ്റ്റ് എന്താ പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കോൺസെപ്റ്റ് എല്ലാം ഒരു ബുക്ക് എടുക്കുകയാണെങ്കിൽ, ബുക്കിൽ എങ്ങനെയാണ് പോകുന്നത്? ചാപ്റ്റർ 1, 2, 3, 4 എന്ന രീതിയിൽ പോകും. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ 1 മേ ബി കുറേ കൂടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻട്രോ ആയിരിക്കും ഉള്ളത്. So when we are studying this one, it's fine, it looks good only. So we are covering this maybe a little bit of roots and a point of trunk portion we will study. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാപ്റ്റർ 3 പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വിൽ ഡിസ്കസ് അബൌട്ട് 1 ബ്രാഞ്ച്. ഓക്കെ, ആ ബ്രാഞ്ചിനെ പറ്റി ഡിസ്കസ് ചെയ്ത് ആ ബുക്ക് അങ്ങ് പോകും. അത് കഴിഞ്ഞ് 4th ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഡിസ്കസ് അബൌട്ട് അനദർ ബ്രാഞ്ച്. ഓക്കെ, സോ അങ്ങനെയാണ് ബുക്കിൻ്റെ സ്റ്റഡി പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 ബുക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബുക്കിൽ ഈ ബ്രാഞ്ചിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും വരും. ആ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക് 1, അതിനുള്ളിലേക്ക് വന്ന് ടോപ്പിക് 2 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് സബ് ട്രങ്കുകളുണ്ട്, ലീവ്സ് ഉണ്ട്. അപ്പോൾ ഈ ലീവ്സ് എന്ന് പറയുന്നത് മൈന്യൂട്ട് ഡീറ്റെയിൽസുകളാണ്, അതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിലാണ്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് ഉള്ളിലോട്ട് പോയി, അതിൻ്റെ ഉള്ളിലെ സബ് ടോപ്പിക്കിൽ പോയി, അതിൻ്റെ ഉള്ളിലെ സബ് ടോപ്പിക്കിലെ കുറച്ച് ഡീറ്റെയിൽസിൽ പോയി, അങ്ങനെയാണ് ആ ബുക്ക് അങ്ങ് പോകുന്നത്. അതായത് നമ്മൾ ചാപ്റ്റർ 3 വായിക്കുമ്പോഴത്തേക്കും ചാപ്റ്റർ 3 ഫുൾ ഇത് കാണും. അതുപോലെ ചാപ്റ്റർ 3 and 4 എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത്രയും പോർഷനെ കവർ ചെയ്യുന്നതായിരിക്കും. ദെൻ ദ ചാപ്റ്റർ 5th and 6th അടുത്ത റൗണ്ടിലോട്ട് പോകുന്ന സമയത്ത് എന്തായിരിക്കും, ഈ ഒരു ബ്രാഞ്ച് ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ അടുത്തൊരു ബ്രാഞ്ച്. ഈ ഒരു ബ്രാഞ്ചിനെ അതുപോലെ ഇൻഡെപ്തിൽ പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. 3rd ആകുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് വാസ്റ്റ്,
ആൻഡ് ഫോർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ടു ഡീപ്പ് ആൻഡ് ടു മെഷീൻ ഇതായിരുന്നു പറഞ്ഞ് നമ്മൾ പകുതി ആകുമ്പോഴത്തേക്കും നമ്മളും അങ്ങ് ടയേർഡ് ആകും, നമ്മൾ ആ ഒരു ലെവലിലേ പഠിക്കത്തുള്ളൂ. തന്നെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ കുറേ ഫോക്കസ് ചെയ്യും, കുറേ പഠിക്കാന്ന് പറഞ്ഞാൽ ഈ ലീവ്സ് ഒക്കെ നമ്മുടെ തലയിൽ മെമ്മറൈസ് ചെയ്യാൻ പല രീതിയിൽ നമ്മൾ ഇരുന്ന് ഉറക്കമുളച്ചൊക്കെ ഇരുന്ന് പഠിച്ചൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 ചാപ്റ്ററുകളാണെങ്കിൽ ഒരു 7-8 ചാപ്റ്റർ അല്ലെങ്കിൽ 6 ചാപ്റ്റർ വരെയൊക്കെ സെറ്റായി പഠിക്കും, ബാക്കിയുള്ളത് വി നോസ് ലിറ്റിൽ ബിറ്റ് എന്നുള്ളൊരവസ്ഥയായിരിക്കും. അങ്ങനെ വന്ന് പോകുമ്പോഴത്തേക്ക് എന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പിൽ ഇത്രയും പോർഷനേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇവിടെ ഒരു ലീവിൽ നമ്മൾ ഡെപ്തായിട്ട് പോയി, ഇവിടെ അതിൻ്റെ ബേസിക്സ് കുറച്ച് കിട്ടി. സോ ഈ ഒരു പോർഷൻ ഞാനിത് കുറച്ചൊന്ന് ഡിലീറ്റ് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ എന്ന് തോന്നുന്നു. സോ ഈ ഒരു പോർഷൻ കൃത്യമായിട്ട് കിട്ടി, ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ ഡെപ്തിൽ പോയി, ഈ പോർഷൻ കുറച്ചറിയാം, ഇവിടെയും നമ്മൾ ഗുഡാണ്. പക്ഷേ ഇതുകൊണ്ടിട്ട് നമ്മൾ എക്സാം പോകുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് വരുന്നു, വി വിൽ നോട്ട് ബി ഏബിൾ ടു ആൻസർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഴ്സ് ദേ വിൽ ലുക്ക് ഫോർ ഹോൾ ആസ് എ ഹോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നുള്ളതാണ് അവർ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത്. അപ്പോഴത്തേക്കും 80% ഓഫ് ഈ പ്രോബ്ലംസ് വരുന്നത് 80% ഓഫ് പ്രോബ്ലംസ് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക്സിനാണ്. കുറച്ച് ഓഫ് ഈ ബ്രാഞ്ചിൻ്റെ കണക്ഷൻസും ഈ ഒരു പോർഷനിൽ 80%ഓളം വരുന്നത്. ബാക്കി 20% ആണ് ഈ ടോട്ടൽ ലീവ്സ് ഏരിയയിൽ നിന്ന് വരുന്നത്, അതായത് ഡീറ്റെയിൽസിൽ നിന്ന് വരുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ എനർജിയും നമ്മുടെ 80% ഓഫ് എനർജിയും ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് ചെയ്തത്. നമ്മുടെ 80% ഓഫ് എനർജി ഇവിടെ വേസ്റ്റ് ചെയ്ത് കുറച്ച് നമുക്ക് ഇവിടെ അറിയാം, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ആൻഡ് ആൾസോ വേറൊരു പ്രശ്നം ഞാൻ മോസ്റ്റ്ലി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്സുകളിലൂടെ ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻസ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഇതിന് ബിറ്റ്വീൻ വരുന്ന ഈ ഒരു ബ്രാഞ്ചിലേക്ക് പോകുന്നതും അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസിൻ്റെ ഒരു റിയൽ സ്റ്റോറി, ഇത് ചിലപ്പോൾ ബുക്സിൽ പെട്ടെന്ന് കിട്ടത്തില്ല. ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അയാൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ചില ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. എല്ലാ ബുക്സും ഒന്നും അത്ര സ്മൂത്തായിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ കാണിക്കത്തില്ല. ചാപ്റ്റർ 1 കഴിഞ്ഞ് ഓരോ ബ്രാഞ്ചിൻ്റെ അതിൻ്റെ ഓരോ സബ് ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അങ്ങ് പോവുക ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മളിപ്പം ഒന്ന് മറികടന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ബിക്കോസ് 80% നമ്മൾ ഒരാളെ നിന്ന് ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അറ്റ്ലീസ്റ്റ് ദിസ് മച്ച്, അത്രയും മനസ്സിലാക്കിയാൽ മതി. ആ ദിസ് മച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിന് ഈ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 അങ്ങനെയുള്ള ഒരു സീരീസിൽ ഡെപ്തിൽ പോകാതെ വി ജസ്റ്റ് ഹാവ് ടു സ്കിം ഹോൾ സബ്ജക്റ്റ്, ഹോൾ ബുക്ക്, നോട്ട് സബ്ജക്റ്റ്, ബുക്ക്. അതൊന്ന് പെട്ടെന്നൊന്ന് സ്കിം ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ ഡു ഇസ് ലൈക്ക് വി വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഐഡിയാസ് ഓൺ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള ഒരു മെയിൻ ഐഡിയാസ്, ടോപ്പിക്സ് കിട്ടും. അറ്റ്ലീസ്റ്റ് ടോപ്പിക്സ്, ആ ടോപ്പിക്സിനെ ഒരു മൈൻഡ് മാപ്പോ അതല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രീ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ട്രീയുടെ ഏത് പോർഷൻ ആണെന്നുള്ളത്, ബ്രാഞ്ചാണോ, ട്രങ്ക് ആണോ, ഇത് ജസ്റ്റ് ലീവ്സ് ആണോ, ട്രങ്ക് ആണോ, അതോ ഇത് ജസ്റ്റ് ലീവ്സ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കാറ്റഗറൈസ് ചെയ്യണം. കാറ്റഗറൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പിൽ തന്നെ പറ്റും, മൈൻഡ് മാപ്പിൽ തന്നെ ചെയ്താലും നമുക്കത് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഈ ടോപ്പിക്കിൻ്റെ മെയിൻ ടോപ്പിക്കിൻ്റെ ഒരു മൈൻഡ് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ടോപ്പിക്ക് വരുമ്പോൾ ഇത് എവിടെ കണക്റ്റഡ് ആണ്. ഇത് ഓക്കെ, ടോപ്പിക് 2 എന്ന് പറയുന്നത് ഇവിടെ കണക്റ്റഡ് ആണ്. സോ ടോപ്പിക് 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡീറ്റെയിലിംഗ് ഓഫ് ദിസ് ടോപ്പിക്ക്. മേ ബി ടോപ്പിക് 3 എന്ന് പറയുന്നത് നമ്മൾ അതായത് ചാപ്റ്റർ 3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാപ്റ്റർ 4 എന്ന് പറയുന്നത്. അടുത്തൊരു ചാപ്റ്റർ 5 എന്ന് പറയുന്നത് ചിലപ്പം ഇതിൻ്റെ ഡയറക്റ്റ് കണക്ഷൻ ഉള്ളതായിരിക്കും, അതായത് ഇറ്റ് ഈസ് അനദർ ബ്രാഞ്ച് ഓഫ് ദിസ് വൺ. ഇങ്ങനെ നമ്മൾ ഒരു മൈൻഡ് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം വിച്ച് ഈസ് ക്ലോസ് ടു വിച്ച് ഈസ് ദ മെയിൻ പോർഷൻ ഓഫ്, അപ്പോൾ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ മെയിൻ പോർഷൻ ഓഫ് ഈ ടോപ്പിക് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇതാണ് ഒരു 80%. ബാക്കി ഈ പറയുന്നതൊക്കെ ഒരു 20% കിടക്കുന്നതാണെന്ന് നമുക്ക് കുറേയൊക്കെ പിടികിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഈ പോർഷൻ പഠിക്കാൻ അതുകൂടിയും ടൈമും വേണമെന്നില്ലായിരിക്കും. ഇതൊരു കോൺസെപ്റ്റ് ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. ഈ കോൺസെപ്റ്റ് നമ്മൾ എന്നിട്ട് ഈ ഒരു പോർഷനെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഫസ്റ്റ് എടുത്തതിന് ശേഷം പിന്നീട് ടോപ്പിക് 3യിലേക്കോ പോകുക. അതായത് പിന്നീട് ലീവ്സ് ഫില്ല് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ചില ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണോ, പ്രൊജക്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു പിന്നെ അപ്രോച്ചിൽ ആ ലീവ്സിനെ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇപ്പം നിങ്ങൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 80% കിട്ടുകയാണെങ്കിൽ, അതായത് ഈ ഒരു പോർഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, യു ക്യാൻ സ്റ്റാർട്ട് ഡിസ്കസ് വിത്ത് ദ പീപ്പിൾ ഹു
who are good with the topic, maybe professors, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫെലോ കൊളീഗ്സ് അല്ലെങ്കിൽ ഫെലോ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും who is well with these things. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം because you already know 80%, lot of things you can discuss. While discussing you can go into these details and just get to know from them and then read the book. അങ്ങനെ വരുമ്പോഴും മെമ്മറി റിട്ടൻഷൻ കൂടുതലായിരിക്കും, പെട്ടെന്ന് നമുക്ക് ഈ ഒരു 80 to 100% പോകാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ടഫ്, ആക്ച്വലി റിയലി ടഫ്. എല്ലാവർക്കും ഇത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ടഫ് തന്നെയാണ്. ഇതിന് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ ഈ 80 to 100% പോകാൻ പറ്റും. ബട്ട് ഈ 80% പോകുക കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ എല്ലാവരും ഈ 80% എഫേർട്ട് ഈ ബാക്കിയുള്ള ഈ 20% ടോപ്പിക്കിൽ എടുക്കുന്നത് കാരണമാണ് കാര്യങ്ങൾ നടക്കാതിരിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം ഒരു ബുക്കിനെ അപ്രോച്ച് ചെയ്യുമ്പം ഇതേ രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ലേൺ മച്ച് മോർ തിങ്. ഇനി ഈ ഒരു ലീവ്സ് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ വേണം. അതെങ്ങനെ റിട്ടേൺ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ മേ ബി വി വിൽ ഡു ദ പ്രോജക്റ്റ് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക വിത്ത് ദ പീപ്പിൾ, ഓർ എൽസ് എന്താ പറയുന്നത് സ്പേസ് റെപ്പറ്റീഷൻസ് പോലെയുള്ള മെത്തേഡ് ട്രൈ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള എന്താ പറയുന്നത് മാസ്റ്ററിയിലേക്ക് കടക്കാൻ പറ്റും. ബട്ട് 80% വേണ്ടി യു ജസ്റ്റ് ഹാവ് ടു ഡു ദ സെയിം തിങ്. നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് ഈ ട്രീയുടെ ഏത് പോർഷനിൽ വരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ എ ഗുഡ് പൊസിഷൻ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ലേൺ എനിത്തിങ്. ആൻഡ് ഇതിനെ പറ്റിയിട്ടുള്ള മോർ ഇത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് വി ക്യാൻ ഡു മോർ ഓൺ ദിസ് കൈൻഡ് ഓഫ് ടോപ്പിക്. ഓക്കെ.